بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ റശദഹു. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما. സഹോദരന്മാരെ, സദസ്യരെ, ശ്രോതാക്കളെ, റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി, ദാസന്മാരായി, ദാസികളായി വർത്തിക്കാൻ, അവനെ ഭയപ്പെട്ട് ജീവിച്ച് അവൻ്റെ സാമീപ്യം നേടാൻ സദാ പാടുപെടുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്രകാരം തന്നെ കേൾക്കുന്ന ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി അവൻ്റെ പ്രീതികരമാക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാം ഇന്ന് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്, നിങ്ങൾ പരസ്യത്തിൽ വായിച്ചതുപോലെ, ഇസ്ലാമിക കച്ചവടവും ബിസിനസ്സും എങ്ങനെയാണ് ഒരു മുസ്ലിം പഠിച്ചിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ നേതാക്കൾ പറയാറുള്ളത് പോലെ, പ്രത്യേകിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബിസിനസ്സുമായി ബന്ധപ്പെടുന്നവരോട് ബിസിനസ്സിനെ കുറിച്ച് നിനക്ക് വിജ്ഞാനമുണ്ടോ എന്ന് ചോദിക്കലും അല്ലാത്തവരെ പട്ടണത്തിൽ കടക്കാൻ അനുവദിക്കാതിരിക്കലും ആയിരുന്നു എന്നൊക്കെയാണ്. അത്രയും നിർബന്ധം സലഫ് സാലിഹ്യങ്ങൾ അഥവാ സഹാബാക്കൾ പുലർത്താറുണ്ടായിരുന്നു. ഏത് വിഷയം, ദീനിൻ്റെ കാര്യം നാം ചെയ്യാൻ വിചാരിക്കുമ്പോൾ, പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ധാരണ നമുക്കുണ്ടായിരിക്കണം എന്നതാണ്. അത് ദീനിനെ സംബന്ധിച്ചിടത്തോളം നമസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവർ നമസ്കരിക്കാൻ പഠിക്കേണ്ടതുപോലെ, മറ്റോരോ നമ്മുടെ അമലുകൾ ചെയ്യുമ്പോൾ അവകളെക്കുറിച്ച് നമുക്ക് വിജ്ഞാനമുണ്ടായിരിക്കണം എന്നതുപോലെ, തിജാറത്തിനെക്കുറിച്ച് അതിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നവർ അതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം, പഠിച്ചിരിക്കണം എന്നതാണ്. തുറമുദ് റിപ്പോർട്ട് ചെയ്യുന്ന ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട്, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പട്ടണത്തിലേക്ക് കടക്കുന്നവർ ബിസിനസ് ചെയ്യാനാണ് കടക്കുന്നതെങ്കിൽ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ബിസിനസ്സിനെ കുറിച്ചുള്ള പാണ്ഡിത്യമുണ്ടോ, അറിവുണ്ടോ, ഫിഖ്ഹുണ്ടോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു എന്നാണ് ഉമറുൽ ഖത്താബ്. ഹദീസ് ഷെയ്ഖ് അൽബാനി സഹിയാക്കി കാണുന്നു. അതുകൊണ്ട് തന്നെ നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എങ്ങനെയാണ്, എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ കൂടി നടത്തേണ്ടതായ വ്യാപാരം, ബിസിനസ് എന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലത് തിന്നാൻ മാത്രമേ പാടുള്ളൂ എന്ന നിബന്ധന ഖുർആൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ തയ്യിബാത്തായിരിക്കണം നാം കഴിക്കേണ്ടത് എന്ന് അള്ളാഹുവിൻ്റെ നിർബന്ധ കൽപ്പനയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിയോഗിക്കപ്പെട്ട ആ വിഷയത്തെക്കുറിച്ച് റബ്ബ് ചർച്ച ചെയ്തപ്പോൾ യത്തബിഊന നബിയൽ ഉമ്മിയ എന്ന് പറഞ്ഞുകൊണ്ട് നബിയുടെ പ്രത്യേകതയിൽ പറഞ്ഞ ഭാഗമാണ് യുഹില്ലു ലഹുമുത് തയ്യിബാത്തു യുഹർരിമു അലൈഹിമുൽ ഖബായിസ്. നല്ലത് അവർ ഹലാലാക്കി തരുന്നതും
വെടക്ക്, ചീത്ത, പാടില്ലാത്തത് വിരോധിക്കുന്നവരും ആണ്. അത് നബിയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ അനിസ്ലാമിക രൂപത്തിൽ, ബാത്തിലായ രൂപത്തിൽ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ഭക്ഷണത്തെ നിങ്ങൾ കഴിക്കാൻ പാടുള്ളതല്ല. നിങ്ങളുടെ അംവാലിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭത്തിൽ അതിനെ ഹലാലാക്കാനാണ് ആദ്യം നിർബന്ധം പുലർത്തേണ്ടത് എന്നർത്ഥം. അപ്പോൾ നിർബന്ധം പുലർത്തേണ്ട രൂപത്തിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ശൈലിയാണ് ഇല്ലാ അൻ തകൂന തിജാറത്തൻ അൻ തറാദിൻ മിൻകും, നിങ്ങൾ പരസ്പരം പ്രീതിപ്പെട്ടുകൊണ്ട് നടത്തുന്നതായ ആ ബിസിനസ്സിലൂടെയല്ലാതെ. അപ്പോൾ നാം കച്ചവടം ചെയ്യുക എന്നത്, സമ്പാദിക്കുക എന്നത് അധ്വാനിക്കലിലൂടെ സമ്പാദ്യമുണ്ടാകും. അത് കവർച്ച സംഘം അധ്വാനിക്കുന്നുണ്ട്. അപ്രകാരം തന്നെ ചീട്ടുകളിക്കാർ ഹറാമായ രൂപത്തിലാകുന്ന മൈസിർ, അള്ളാഹു വിരോധിച്ച രൂപത്തിൽ കൂടി സമ്പാദിക്കുന്നവരും അധ്വാനിക്കുന്നുണ്ട്. ഇവിടെ അധ്വാനമല്ല പ്രശ്നം. അപ്രകാരം തന്നെ ഇവിടെ യുക്തിയല്ല പ്രശ്നം. ഹിക്മത്തോടു കൂടിയാണ് ഞാൻ ചെയ്തത്, എൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നല്ല ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന വിഭാഗം നമുക്കറിയാവുന്നതുപോലെ ഹക്കർ എന്ന ഒരു പ്രത്യേക പ്രവർത്തനമുണ്ട്. അത് വഞ്ചനയും ചതിവൊക്കെയാണ്. അതിൽ കൂടി മറ്റുള്ളവരുടെ നല്ല മറ്റൊരു വലിയ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ വലിയ ഗവൺമെൻറ്റിൻ്റെ തന്നെ പരിശ്രമങ്ങളെ നഷ്ടപ്പെടുത്താൻ അതിലൂടെ സാധിക്കും. അതിലൊക്കെ യുക്തി ഉപയോഗിക്കുന്നുണ്ട്, ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നുമല്ല പ്രശ്നം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിബന്ധന വെക്കുകയാണ്. ഇസ്ലാമിന് മുമ്പ് തന്നെ ഇവിടെ വ്യാപാരമുണ്ട്, ഇവിടെ ബിസിനസ്സുണ്ട്. മക്കയിൽ നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ടായിരിക്കാം, സൂഖ് ഉഖാദ് എന്ന പേരിൽ ജാഹിലിയ കാലഘട്ടത്തിലുള്ളതായ ഒരു വലിയ പട്ടണത്തിൻ്റെ പേരാണ് സൂഖ് ഉഖാദ്. മജന്ന, ഉഖാദ്, മജാസ് എന്നൊക്കെ പറയുന്നത് അവിടെയുള്ള പട്ടണങ്ങളുടെ പേരാണ്. അതിപ്പോഴും ആ പേരിൽ തന്നെ ആ സ്ഥലങ്ങൾ അറിയപ്പെടുന്നുണ്ട്. അവിടെയൊക്കെ ഇവർ പുരാവസ്തുവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് സമ്മേളനങ്ങളൊക്കെ അവിടെ സംഭവിക്കാറുണ്ട്, കൂടാറുണ്ട്, നമുക്ക് അറിയാവുന്നത് പോലെ. പക്ഷേ അവിടെയൊക്കെ ഉണ്ടായിരുന്നതായ ആ ബിസിനസ്സുകൾ അത് ഇസ്ലാമീകരിക്കുക എന്നതാണ് ഇസ്ലാം ചെയ്തത്. ഇസ്ലാമിൻ്റെ പ്രത്യേകത അതാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, മുമ്പുള്ളതായ എന്ത് ആചാരമുണ്ടോ ആ ആചാരങ്ങളിൽ നിന്നിട്ട് അതിൽ വേണ്ടാത്ത കാര്യങ്ങൾ ക്ലിയറാക്കി വേണ്ടത് എന്തൊക്കെയുണ്ട് അത് സ്ഥിരീകരിക്കുക എന്നതാണ്, അത് നിലനിർത്തുക എന്നതാണ്. തത്മീമിന് വേണ്ടി, പരിപൂർണമാക്കാൻ വേണ്ടി. അതാണ് ഇസ്ലാമിൻ്റെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വരവേൽപ്പിൻ്റെ ലക്ഷ്യം. അതിൽപ്പെട്ടതാണ് അന്നുണ്ടായിരുന്നതായ കച്ചവടങ്ങൾ, ബിസിനസ്സുകൾ, വ്യാപാരങ്ങൾ. അതെല്ലാം പണ്ട് തന്നെ അറബികളുടെ ഇടയിൽ വ്യാപകമാണ്. അക്കൂട്ടത്തിൽ വേണ്ടാത്തത് എന്തൊക്കെയുണ്ട് അതാണ് ഇസ്ലാം വിരോധിച്ചത്. അതാണ് ഇസ്ലാം പാടില്ല എന്ന് ഹുക്കുമുകൾ ഖുർആനിലൂടെ അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തിലൂടെ ഇറങ്ങിയതും അവരുടെ ഇടയിൽ അത് നടപ്പാക്കപ്പെട്ടതും. അപ്പോൾ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ കച്ചവട സംബന്ധമായ കാര്യത്തിൽ വേണ്ടാത്ത കാര്യങ്ങൾ, അതാണ് അല്ലാഹു പറഞ്ഞത്, ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, ബാത്തിലായ രൂപത്തിൽ നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ തിന്നാൻ ഉപയോഗിക്കാൻ പാടില്ലതല്ല എന്നത്. അത് തയ്യിബാത്ത് തിന്നുക, തയ്യിബാത്ത് അല്ലാത്തത് ഉപേക്ഷിക്കുക, ഹറാമായ ഉപേക്ഷിക്കുക എന്നത് ആ നിബന്ധന ഇസ്ലാം വെക്കാൻ കാരണം തന്നെ നമുക്ക് പരലോകത്തിൽ നമ്മുടെ ശരീരത്തെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ശരീരമാക്കി മാറ്റാനുള്ളതായ മാധ്യമമാണിത്. എന്ത്? നാം കഴിക്കുന്നതായ സമ്പത്ത് ഹലാലായ സമ്പത്തിലൂടെ, ഹലാലായ സമ്പാദ്യത്തിലൂടെ നാം സമ്പാദിച്ചതായ സമ്പത്ത് ആയിരിക്കണം എന്നത്. എന്നാലേ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അത് പരലോകത്തിൽ. ഇഹലോകത്തിൽ തന്നെ നാം ചെയ്യുന്നതായ ആ ഇബാദത്തുകൾ, അമാലുകളൊക്കെ നാം ചെയ്തിട്ട് ധാരാളം നമസ്കരിച്ചു കൂട്ടുന്നു, ധാരാളം നോമ്പ് പിടിച്ചു കൂട്ടുന്നു, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്നു. അതേ സന്ദർഭത്തിൽ നാം എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകൾ എന്തുകൊണ്ട് പലപ്പോഴും സ്വീകരിക്കപ്പെടുന്നില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിക്കാനുള്ള നിബന്ധനയിലായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാവിലൂടെ പഠിപ്പിച്ചതാണ്. യർഫഉ യദൈഹി ലസ്സമാഇ യഖൂലു യാ റബ്ബി യാ റബ്ബി യാ റബ്ബ് വമത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വമഅകലുഹു ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു എന്ന ഹദീസ് നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. എത്ര ആൾക്കാർ നല്ല കണ്ടാല് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് നമുക്ക് തോന്നുന്ന രൂപത്തിലുള്ള എല്ലാ യാത്രയുടെ അടയാളം എല്ലാം ഉള്ളതായ വ്യക്തികൾ കൈ പൊക്കുന്നു, എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് എന്ന് പറയുന്നു. പക്ഷേ അവൻ്റെ ഭക്ഷണം, അവൻ ധരിച്ച വസ്ത്രം എല്ലാം ഹറാമാണ്. അവൻ്റെ മാംസം വളരുന്നത്, അവൻ്റെ ചോര എല്ലാം ഹറാമിലൂടെയാണ്
ഉണ്ടായത്. പിന്നെ എങ്ങനെ അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാക്ക് ഇവിടെ സ്മരണീയമാണ്. അപ്പോൾ നമുക്ക് ഇഹലോകത്തിൽ തന്നെ നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ അള്ളാഹുവിനോട് കൈപൊക്കുമ്പോൾ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നാം കഴിക്കുന്ന ഭക്ഷണം, നാം സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലായാലേ തീരൂ എന്നർത്ഥം. അല്ലാത്ത പക്ഷം അതിലൂടെ നമുക്ക് റസൂലുള്ളാഹി പറഞ്ഞതുപോലെ ഏതി അലന്നാസി സമാനുൻ ലാ യുബാലി റജുലു മിൻ ഐന അഖദൽ മാൽ അമിൻ ഹലാലിൻ ഔ മിൻ ഹറാം. ഒരു കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. ഖിയാമത്ത് നാളിന്റെ അടയാളത്തിലായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് ഈ ശൈലിയിൽ. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ കിതാബുൽ ഫിത്തനിലാണ് പണ്ഡിതന്മാര് അഥവാ തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തവര് ഉദ്ധരിച്ചിട്ടുള്ളത്. ഈ ഹദീസിന് എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ അവൻ തിന്നുന്നത് ഹലാലിൽ നിന്നിട്ടാണോ ഹറാമിൽ നിന്നിട്ടാണോ എന്ന് ശ്രദ്ധിക്കാതെ എങ്ങനെയെങ്കിലും കയ്യുക്കുള്ള കാര്യക്കാർ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും സമ്പാദിക്കുക എന്ന ആ തത്വം വെച്ച് പുലർത്തുന്ന വിഭാഗം അവസാന കാലഘട്ടത്തിൽ വരുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞതായ ആ രൂപമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലാലും ഹറാമും നോക്കാതെ തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും അപ്രകാരം തന്നെ വഞ്ചനയിലൂടെയും ചതിവിലൂടെയും കൈക്കൂലിയിലൂടെയും കള്ള സത്യത്തിലൂടെയും കള്ള സാക്ഷിയിലൂടെയും എല്ലാം സമ്പാദിക്കുന്നവരെ കാണാം. അതൊക്കെ യഥാർത്ഥത്തിൽ അവൻ അധ്വാനിക്കുന്നുണ്ടെങ്കിലും ഹറാമായ വഴിയിലാണ് അവൻ്റെ അധ്വാനം എന്നതുകൊണ്ട് അവൻ്റെ സമ്പാദ്യം ഹറാമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടാനുസരണം സമ്പാദിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ അധ്വാനത്തിൽ കൂടിയാണ്, അത് എനിക്ക് ഹലാല് തന്നെയാണ് എന്നൊക്കെ അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുക എന്നത് അതും മഹാ അപകടമാണ്. വലാ തഖൂലു ലിമാ തസിഫു അൽസനതുകുമുൽ കദിബ ഹദാ ഹലാലുൻ വഹദാ ഹറാമുൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സംസാരിക്കുന്ന ശൈലി കാണാം. നിങ്ങൾ ഇഷ്ടാനുസരണം അല്ലാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കാനും അല്ലാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കാനും നിങ്ങൾക്ക് അധികാരമില്ല. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാത്ത രൂപത്തിൽ അല്ലാഹുവിന്റെ മേലിൽ ഒരു വ്യക്തി അല്ലാഹു ഹലാലാക്കിയതിനെ ഹറാമെന്നും ഹറാമാക്കിയതിനെ ഹലാലെന്നും പറയുന്ന വിഭാഗം അവർ ഒരിക്കലും വിജയിക്കുന്നതല്ല, ഗൃഹത്തിലും വിജയിക്കുന്നതല്ല, പരലോകത്തിലും വിജയിക്കുന്നതല്ല. അങ്ങനെയുള്ള അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് നാം എന്താണ് കച്ചവടം, ഹലാലായ കച്ചവടം ഏത് രൂപത്തിലാണ് എന്ന വിഷയം ചർച്ച ചെയ്യാനും അതനുസരിച്ചിട്ട് നമ്മുടെ ബിസിനസ്സിനെ കെട്ടിപ്പടുത്താനും ആ രീതിയിലുള്ളതായ ഹലാലായ ശൈലി, ഹലാലായ സമ്പത്ത് നമുക്കുണ്ടാവണമെന്ന നിർബന്ധം നാം ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നടത്തുന്നതും കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും. അതൊക്കെ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അതാണ് സലഫുസ് സാലിഹീങ്ങൾ ബിസിനസ്, വ്യാപാരം ഇസ്ലാമീകരിക്കാൻ പഠിക്കാത്ത, അതിലുള്ള ഫിഖ് ഇല്ലാത്തവരെ പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ആരും ഏത് രൂപത്തിലും ദീനിനെ കുറിച്ച് ഒരു ABCD അറിയാത്തവരൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് അവസാനം അപകടത്തിൽപ്പെട്ട ശേഷമാണ് ഓ അങ്ങനെയാണോ ഹറാമാണോ ഞാൻ എന്ത് വേണം, എനിക്ക് വന്ന ചോദ്യങ്ങളിൽ പെട്ടതാണ്, നിങ്ങൾക്കും സംഭവിച്ചിരിക്കാം. എൻ്റെ കൂടെയുള്ള സമ്പത്ത് മുഴുവനും ഹറാമാണ്, ഇനി എന്ത് കാട്ടണം മൗലവി? അങ്ങനെ ചോദിച്ചവർ ധാരാളമുണ്ട്, ഒന്നും രണ്ടുമല്ല. എൻ്റെ കൂടെയുള്ള സമ്പത്ത് മുഴുവനും ഹറാമാണ്, എന്നിട്ട് ഞാൻ പള്ളിക്ക് വേണ്ടിയിട്ട് ഒരു ഭൂമി വാങ്ങി പള്ളി കെട്ടാൻ തീരുമാനിച്ചു. ഇത് ഒരു പക്ഷേ ഞങ്ങളുടെ ഭാഗത്തിൽ നിന്നിട്ടാണ് വന്നത്, ജിദ്ദയിൽ സമ്പാദിച്ച ആളാണ്. എന്നിട്ട് മൂപ്പര് സമ്പാദിച്ച സമ്പാദ്യത്തിൽ കൂടി ഭൂമി വാങ്ങിയിട്ട് പള്ളി കെട്ടാൻ ആരംഭിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞു നിങ്ങളുടെ പള്ളി ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ എങ്ങനെയാണ് സമ്പാദിച്ചത് എന്ന വിവരം ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ സമ്പാദ്യം ഒരിക്കലും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ മൂപ്പര് ഫോൺ വിളിച്ചിട്ട് ഞാൻ എന്ത് കാട്ടണമെന്ന് ചോദിച്ച ചോദ്യം ഷെയ്ഖ് ഇബ്നു ബാസിനോട് ഇവിടെ ഏതോ ഒരു പാട്ടുകാരൻ ചോദിച്ച സംഭവം എൻ്റെ ഓർമ്മയിലുണ്ട്. എന്ത് വേണം ഈ കാശ് കൊണ്ട്? പള്ളി കെട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പോൾ ജനങ്ങൾ കൂട്ടാക്കിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പള്ളിയുടെ ഹമ്മാമാക്കി ആയിക്കോട്ടെ എന്ന്. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ മറുപടി ആ കാലഘട്ടത്തിൽ 10-25 കൊല്ലം മുമ്പാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, മറുപടി പറഞ്ഞത് എന്തായിരുന്നു? ഹറാമായ സമ്പത്ത് അത് ഹമ്മാമിനോട് ഉപയോഗിച്ചോളി, പള്ളിക്കുള്ള ഹമ്മാമായിക്കോട്ടെ, പള്ളി വേണ്ട തീരുമാനിച്ചു എന്നാണ്. എന്നാൽ പ്രശ്നം ഇവിടെ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടത് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നാം ഉപയോഗിക്കാൻ പാടുള്ളൂ. അള്ളാഹിൻ്റെ പള്ളിക്ക് വേണ്ടി, അള്ളാഹിൻ്റെ മദ്രസയ്ക്ക് വേണ്ടി, അള്ളാഹിൻ്റെ വഴിയിൽ നാം ഉപയോഗിക്കുന്നത് അത് ഹറാമായിരിക്കാൻ പാടുള്ളതല്ല, അത് ഹലാലായിരിക്കണം എന്ന നിർബന്ധം പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല, ചിന്തിക്കേണ്ടത് തുടക്കത്തിൽ തന്നെയാണ് എന്നർത്ഥം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഒരു നിയമവ്യവസ്ഥ കച്ചവടത്തിന് വെച്ചു. അതിൻ്റെ പേരാണ് ഹലാലായ ബൈഅ. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. ബിസിനസ്സിനെ അള്ളാഹു ഹലാലാക്കിയിട്ടുണ്ട്,
അതേ സമയത്ത് അതിൻ്റെ നേരെ വിപരീതമാകുന്നതായ മഹാ അപകടമാകുന്ന റിബ, പലിശ, അത് അള്ളാഹ് ഹറാമാക്കിയിട്ടുമുണ്ട്. പലിശയിലൂടെ ബിസിനസ് പാടില്ല എന്നർത്ഥം. പലിശയിലൂടെ സമ്പാദ്യം പാടില്ല. അപ്പോൾ അതെന്തല്ല, ഹലാലായ സമ്പാദ്യമല്ല എന്ന് അതിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഈ ബിസിനസ്, അതിൻ്റെ വിശദാംശത്തിലേക്ക് ഇനി നമുക്ക് കടക്കാം. അതിനു മുമ്പായി ഈ ബിസിനസ്സിനെ അഥവാ അള്ളാഹ് ഹലാലാക്കിയ ബിസിനസ്സിനെ ആ രൂപത്തിൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ മുസ്ലിങ്ങൾ നിസ്കരിക്കുമ്പോൾ, നിസ്കാരം ഏത് സമയത്ത് നമസ്കാരത്തിൽ പള്ളിയിൽ ചടഞ്ഞുകൂടേണ്ട ആവശ്യമില്ല. മറിച്ച് നമസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തിറങ്ങുക. എന്തിനാണ്? അള്ളാഹുവിൻ്റെ ഫضൽ തേടാൻ. അള്ളാഹു നമുക്ക് നിർണയിച്ചതായ ആ റിസ്ഖ് തേടി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ. അതെ, ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ്. നമസ്കാരം അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപകമാവുക, നിങ്ങളെ കടകൾ തുറക്കുക. അതുകൊണ്ടാണല്ലോ ഞാനിവിടെ അൽഹംദുലില്ലാ വന്ന കാലഘട്ടം മുതൽ ഇതുവരെ കാണുന്നതാണ്. 50ഓളം കൊല്ലമായി. അതിനു മുമ്പും അങ്ങനെ തന്നെ. മലിക് അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതിനുശേഷം മലിക് സൗദ് റഹ്മത്തുള്ളാഹി അലൈഹി, 2 രാജാക്കന്മാരാണ് ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ കഴിഞ്ഞു പോയത്, ഇവിടെയുള്ളതായ സൗദി ഭരണകൂടത്തിൽ. അതിനുശേഷമുള്ള രാജാക്കന്മാരുടെ കാലഘട്ടമൊക്കെ ഞാനിവിടെ ജീവിക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ മുഴുവനും മുമ്പുള്ളതുപോലെ അറിയുന്ന ഭാഗമാണ് എന്ത്? നമസ്കാര സമയമായി കഴിഞ്ഞാൽ ബാങ്ക് വിളിക്കും, പള്ളികൾ തുറക്കും, കടകൾ പൂട്ടും. എന്തുകൊണ്ട്? കടകളിൽ ഒരാൾ മുഴുകുമ്പോൾ ദുനിയാവിൽ അവര് അള്ളാഹനെ സ്മരിക്കുന്ന സമയത്തെ മുടക്കലായി മാറി. അപ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുന്ന സമയം അത് അള്ളാഹ്ക്ക് വേണ്ടി നീക്കി വെക്കേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ ആ കടകളൊക്കെ പൂട്ടപ്പെടുന്നു. അതേ സമയത്ത് പള്ളികൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു. നമസ്കാരം അത് പ്രത്യേക സമയത്ത് നിർണയിക്കാനുള്ളതാണ് എന്ന് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതുപോലെ, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. എൻ്റെ ഓർമ്മയിലുണ്ട്, പണ്ട് ആദ്യമായിട്ട് ടെലിവിഷനൊക്കെ വന്ന കാലഘട്ടത്തിൽ ടെലിവിഷൻ നിസ്കാര സമയമാകുമ്പോൾ ഇങ്ങനെ ആയത്ത് വരും, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അന്ന് കളർ ടെലിവിഷൻ ഇല്ലാത്ത കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നമസ്കാര സമയമാകുമ്പോൾ കടകളൊക്കെ പൂട്ടപ്പെടുകയും അതേസമയത്ത് നിർണയിക്കപ്പെട്ട ടൈമിലാണ് നമസ്കാരം നടക്കേണ്ടത്. അത് ആ സമയത്ത് തന്നെ നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യപ്പെടുന്നു? കടകൾ പൂട്ടപ്പെടുന്നു, പള്ളികൾ തുറക്കപ്പെടുന്നു. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ പള്ളികൾ പൂട്ടപ്പെടുന്നു, നിസ്കാരം കഴിഞ്ഞാൽ പള്ളികൾ പൂട്ടി കടകൾ തുറക്കുന്നു. നമസ്കാര സമയം കഴിഞ്ഞാൽ കടകൾ തുറക്കുന്നു, പള്ളികൾ പൂട്ടപ്പെടുന്നു. ഇത് ഇവിടെ നാം കാണുന്നതായ ശൈലിയാണ്. ഇത് എന്തിൻ്റെ പേരിലാണ്? എന്തടിസ്ഥാനത്തിലാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമസ്കരിക്കാനുള്ള ടൈം അത് നാം അതിനു വേണ്ടി ഉപയോഗിക്കണം. ജമാഅത്തായിട്ടായിരിക്കണം നമസ്കാരം നടക്കേണ്ടത് എന്നതുകൊണ്ടാണ്. അപ്പോൾ നാം ജമാഅത്തായിട്ട് നമസ്കാരം നടക്കുമ്പോൾ എല്ലാം നടക്കൂലല്ലോ ഒരേ സമയത്ത്. അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. പിന്നെ ശക്തികളെ അല്ലാഹു സൃഷ്ടിച്ചതിന് വേണ്ടിയാണ്, ആരാധിക്കാൻ വേണ്ടിയാണ്. ആരാധനയുടെ പ്രധാന ഭാഗം ഏതാണ്? അത് നിസ്കാരമാണ്. അപ്പോൾ ആ നമസ്കാരം നിർണയിക്കേണ്ടത് അതിൻ്റെ സമയത്ത് തന്നെയായിരിക്കണം, അത് ജമാഅത്തോടു കൂടി തന്നെയായിരിക്കണം. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? സൗദി അറേബ്യയിൽ നിങ്ങൾ കാണുന്നത് പോലെ നമസ്കാര സമയം ആകുമ്പോൾ കടകൾ പൂട്ടപ്പെടുന്നത്. അപ്പോൾ അതേ സമയത്ത് അതിൻ്റെ അർത്ഥം ബിസിനസ് ചെയ്യേണ്ട എന്നാണോ? അല്ല. അള്ളാഹ് തന്നെ പറയുന്നു, ഫൈദാ ഖുദിയത്തിസ് സ്വലാ, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർള്. ഫൈദാ ഖുദിയത്തിസ് സ്വലാ, നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപകമായിക്കോളീൻ, അള്ളാഹുവിൻ്റെ ഫضൽ നിങ്ങൾ അന്വേഷിച്ചോളി, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തതായ ആ പ്രത്യേകത നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തിക്കോളീൻ, ഹലാലായ സമ്പത്ത് സമ്പാദിക്കുക എന്നത്. അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ശൈലി കാണാം, അത്താജിറു സദൂഖുൽ അമീൻ, വിശ്വാസയോഗ്യവാനായ സത്യം മാത്രം പറയുന്ന വ്യക്തിയായ, കള്ളസത്യം ചെയ്യാത്ത രൂപത്തിലുള്ള വ്യക്തിയായ ബിസിനസ്സുകാരൻ, മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ. എന്താ അവരുടെ പ്രത്യേകത? മഅൻ നബിയ്യീന, അവൻ അവസാനം ചെന്ന് ചേരൽ എവിടെയാണ്? സ്വർഗത്തിൽ നബിമാരോടുകൂടി, സത്യസന്ധരായ സിദ്ദീഖുകളോടുകൂടി, പിന്നെ ആരോടുകൂടി? ശുഹദാക്കളോടുകൂടി പരലോകത്തിൽ. ഇമാം തുർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ഹദീസ് ഹസനാണ്. അപ്പോൾ അത്രയും സ്റ്റാൻഡേർഡിലേക്കാണ് 5 വക്ത് നിസ്കാരം നമസ്കരിച്ചുകൊണ്ട് അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്ന വിഭാഗം ചെയ്യുന്നതായ ബിസിനസ് അത് സത്യസന്ധതയോടുകൂടിയുള്ളതായ ബിസിനസ് ആണ് എങ്കിൽ, തട്ടിപ്പില്ലാത്ത, വെട്ടിപ്പില്ലാത്ത, വഞ്ചനയില്ലാത്ത, ചതിവില്ലാത്ത, കള്ളസാക്ഷിയില്ലാത്ത, കള്ളസത്യമില്ലാത്ത ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ അവൻ ആരുടെ കൂടിയാണ്? നബിമാരോട് കൂടിയാണ് സ്വർഗലോകത്തിൽ, സിദ്ദീഖീങ്ങളോട് കൂടിയാണ് സ്വർഗലോകത്തിൽ. അപ്രകാരം തന്നെ ശുഹദാക്കളോട് കൂടിയാണ് സ്വർഗലോകത്തിൽ എന്നാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സഹോദരന്മാരെ,
അള്ളാഹു ഖുർആനിൽ പറയുന്ന ആ പ്രേരിപ്പിക്കുന്ന ശൈലി കേൾക്കുക. വആഖറൂന യദ്രിബൂന ഫിൽ അർളി യബ്തഗൂന മിൻ ഫദ്ലില്ലാഹ് വആഖറൂന യുഖാതിലൂന ഫീ സബീലില്ലാഹ്. ഇത് സൂറത്ത് മുസമ്മിലിന്റെ അവസാന ഭാഗമാണല്ലേ. ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈ الليل ونصفه وثلثه وطائفة من الذين معك والله يقدر الليل والنهار علم أن لن تحصوا فتاب عليكم فاقرؤوا ما تيسر من القرآن علم أن سيكون منكم مرضى وآخرون يضربون في الأرض. നോക്കൂ, ഏത് അള്ളാഹു നമ്മുടെ ചുറ്റുപാട് അന്തരീക്ഷം പരിഗണിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ചടഞ്ഞിരുന്ന അർദ്ധരാത്രി ഹയാത്താക്കിക്കൊള്ളണമെന്നില്ല, രാത്രിയുടെ 1/3 ഭാഗം ഹയാത്താക്കിക്കൊള്ളണമെന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് സൗകര്യവും ചുറ്റുപാടും അന്തരീക്ഷവും ശരിയാണെങ്കിൽ മാത്രം മതി. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ യുദ്ധത്തിന് പോകുന്നവരുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ വ്യാപാരം ചെയ്യുന്നവരുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ബിസിനസ് നടത്തുന്നവരുണ്ട്. അങ്ങനെ ബിസിനസ് നടത്തുന്നവർ ചിലപ്പോൾ അതിനുവേണ്ടി യാത്ര പോകുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ യാത്ര പോകുന്ന വേളയിൽ അവർക്ക് രാത്രി ഹയാത്താക്കാൻ സാധിച്ചോളണമെന്നില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തന്നെ കിഴിവ് നൽകുന്നു എന്ന് മാത്രമല്ല, അതിനുവേണ്ടിയുള്ള ടൈം നമുക്ക് ഒഴിവാക്കി തരികയും ചെയ്യുന്നു. അത് നമുക്ക് അനുവദിച്ചു തരുന്ന പ്രേരണ നൽകുന്ന ഭാഗമാണ്. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫദ്ലൻ മിൻ റബ്ബിക്കും. ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ ലോകത്തിന് നാനാതുറകളിൽ നിന്നിട്ട് കൂട്ടം കൂട്ടമായിട്ട് ഹജ്ജിന് വേണ്ടി വരുന്ന വിഭാഗം ഹജ്ജിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആ സന്ദർഭത്തിൽ ബിസിനസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് അല്ലാഹു ഹജ്ജിന്റെ ആയത്തുകളുടെ കൂട്ടത്തിൽ കടത്തിയിരിക്കുകയാണ്. ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗൂ ഫദ്ലൻ മിൻ റബ്ബിക്കും. നിങ്ങൾക്ക് ബിസിനസ് അല്ലാഹുവിന്റെ ഫദ്ൽ തേടാൻ, ആ സമ്പാദ്യം സമ്പാദിക്കാൻ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ സാധിക്കുമെങ്കിൽ അത് നിങ്ങൾ ചെയ്തോളീൻ, അതിന് വിരോധമില്ല എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു അനുവദിക്കുന്ന ശൈലി ഖുർആനിൽ കാണാം. ഇതൊക്കെ പഠിപ്പിക്കുന്ന എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായ രൂപത്തിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രേരണ നൽകുന്നതും ആ സന്ദർഭങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്തണം എന്ന് അല്ലാഹു തന്നെ ഖുർആനിലൂടെ സൂചിപ്പിക്കുന്ന ശൈലിയുമാണ് ഇതിലൂടെ നാം പഠിക്കേണ്ടത്. അതെ സഹോദരന്മാരെ, സഹോദരികളെ, എന്നാൽ അതേ സമയത്ത് നാം ബിസിനസ് ചെയ്യുന്ന വേളയിൽ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ബിസിനസ് ആവാൻ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. റസൂലുള്ളാഹി പറയുന്നുണ്ട്, തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, രാവിലെ ഏറ്റവും പ്രഭാതത്തിലായിരിക്കലാണ് എൻ്റെ ഉമ്മത്തുകൾക്ക് അല്ലാഹ് ബർക്കത്ത് ചെയ്ത ടൈമാണ് രാവിലെ എന്നാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നാം ഇവിടെ സൗദി അറേബ്യയിലേക്ക് പണ്ടേ കാണുന്നതാണ്. എന്ത്, രാവിലെ ആയി കഴിഞ്ഞാൽ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോക്കില്ല. നമുക്കൊക്കെ ഉറങ്ങാൻ പോക്കാണ് ഒരു സ്വഭാവം. എന്തേ, നമ്മുടെ സ്കൂൾ തുറക്കലും നമ്മുടെ കട തുറക്കലും നമ്മുടെ എല്ലാം 9:30 മണിക്കാ അല്ലെങ്കിൽ 9 മണിക്കാ. അതുകൊണ്ട് നിർബന്ധിത അവസ്ഥയിൽ പലരും ഇസ്ലാമിക സ്റ്റഡി പഠിപ്പിക്കാനുള്ള ചുറ്റുപാട് ഇല്ലാത്തത് കൊണ്ടും അതിന് സൗകര്യമില്ലാത്തത് കൊണ്ടും അവര് കുട്ടികൾക്ക് ട്യൂഷനിലൂടെയോ അല്ലെങ്കിൽ ഖുർആനും ഹദീസും ഇസ്ലാമും പഠിപ്പിക്കാൻ വേണ്ടി അവര് 8 മണി മുതലോ 7:30 മണി മുതലോ ആക്കിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. എൻ്റെ അറിവ് അങ്ങനെയാണ്. 10-50 കൊല്ലം മുമ്പ്. കാരണം ആ രൂപത്തിലുള്ള മദ്രസയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അതിനുശേഷമുള്ള മദ്രസയിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ആ സിസ്റ്റം. അതിപ്പോഴും ഉണ്ടായിരിക്കാം. പറഞ്ഞു വരുന്നത്, ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ രാവിലെ എന്ന് പറയുന്ന ആ ടൈമുണ്ടല്ലോ, അഥവാ സുബഹി നമസ്കാരാനന്തരം മുതൽ ഉച്ചവരെയുള്ള ടൈം വളരെ ബർക്കത്തുള്ള ടൈമാണ്, വളരെ ബർക്കത്തുള്ള ടൈമാണ്. ആ ടൈമിൽ ചെയ്യുന്നത് അതിനുശേഷം രാത്രി വരെ അർദ്ധരാത്രി വരെ ചെയ്താൽ കിട്ടൂല, പ്രത്യേകതയും കിട്ടൂല, അതിൽ ബർക്കത്തുണ്ടാവില്ല. ബർക്കത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, അത് അതിൽ അനുഭവപ്പെട്ടവർക്ക് സാധിക്കുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിൽ ബർക്കത്ത് ചെയ്തു. ആ ബർക്കത്ത് ഇവിടെ ജീവിക്കുന്നവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെയുള്ളത് ഈത്തപ്പഴങ്ങൾക്ക് ബർക്കത്ത് ചെയ്തു. അന്ന് റസൂൽ വന്നിടം പോലെ ഇന്ന് വരെ ലോകത്തിലുള്ള മില്യനുകൾ വന്നിട്ട് ഇവിടെ ഈത്തപ്പഴം കൊണ്ടുപോകുന്നു. ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല, അവസാനിച്ചിട്ടില്ല. ആ ബർക്കത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, അത് അനുഭവിച്ച് ആസ്വദിക്കുന്നവർക്ക് അറിയാവുന്നതായ യാഥാർത്ഥ്യമാണ് ബർക്കത്ത്. പറഞ്ഞു വരുന്നത്, മക്കയേക്കാൾ കൂടുതൽ ബർക്കത്ത് ചെയ്യണം ഇവിടെയുള്ള സായിലും ഇവിടെയുള്ള മുദ്ദിലും എന്ന് റസൂൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഫലം ഇന്ന് വരെ നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള ബർക്കത്ത് ചെയ്ത ടൈമാണ് എന്ത്? സുബഹി നമസ്കാരാനന്തരം. അത് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി റസൂൽ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഹദീസിൽ കൂടി. അങ്ങനെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇന്നല്ലാഹ യുഹിബ്ബു സംഹൽ ബൈഇ, സംഹൽ ശറാഇ അല്ലെങ്കിൽ ശിറാഇ, സംഹൽ ഖളാ, എല്ലാത്തിലും സംഹൻ ഇദാ ബാഅ സംഹൻ ഇദാ ഇശ്തറ എന്ന് വേറെ ഹദീസുണ്ട്. എല്ലാം സഹീഹ് തന്നെയാണ്. എന്താ അതിൻ്റെ അർത്ഥം? വിട്ടുവീഴ്ച മനോഭാവം ബിസിനസ്സിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ അനസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സംഭവം എന്നതുപോലെ. ഏത് ബിസിനസ്
നാം കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, മറന്നു കാണുകയില്ല. നമ്മുടെ വിഷയം ബിസിനസ് അല്ലായിരുന്നു. പക്ഷെ അതേ സമയത്ത് അനസ് റളിയല്ലാഹു തആല അൻഹു റസൂലിൽ നിന്നിട്ട് കേട്ടതായ ആ ഹദീസ് ഫിറ്റാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ബിസിനസ്സിന് വേണ്ടി പട്ടണത്തിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അതിന് പറഞ്ഞ വിലയേക്കാൾ കൂടുതൽ വില പറഞ്ഞു. അതിന് അർഹതയുണ്ട് ആ വിലക്ക്, ആ ചരക്ക് എന്ന് മൂപ്പര് മനസ്സിലാക്കിയിട്ട് കൂടുതൽ വില കൊടുത്തു എന്നതാണ് നാം മഹാനായ അനസിൽ നിന്നിട്ട് കേട്ടത്. പറഞ്ഞു വരുന്നത്, നാം വിട്ടുവീഴ്ച വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വിട്ടുവീഴ്ച അങ്ങും ഇങ്ങും ഉണ്ടാക്കണം എന്നതാണ്. പ്രീതിയോടുകൂടി ആയിരിക്കണമെന്ന ആയത്ത് ഞാൻ ഓതിയത് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. അല്ലാഹു എന്താ പറഞ്ഞത്? ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാളിം മിൻകും. നിങ്ങൾ എന്നിട്ട് ഓരോ വ്യക്തികളും, ബിസിനസ് ചെയ്യുന്ന വ്യക്തി, വിൽക്കുന്നവനും വാങ്ങുന്നവരും അങ്ങും ഇങ്ങും പ്രീതി അടഞ്ഞുകൊണ്ടായിരിക്കണം ബിസിനസ് നടത്തേണ്ടത്. അതുകൊണ്ടാണ് ഇസ്ലാം ചതിവ്, വഞ്ചന തീരെ പാടില്ല, ഖറർ തീരെ പാടില്ല. ഖറർ ഉണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ അതിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി തന്നെ അൽ ബൈആനി ബിൽ ഖിയാർ മാ ലം യതഫറഖാ. രണ്ട് ബിസിനസ് ചെയ്യുന്ന, വിൽക്കുന്ന, വാങ്ങുന്ന വ്യക്തിക്ക് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട് അതിൽ നിന്നിട്ട് പിന്മാറാൻ സദസ്സിൽ വെച്ചിട്ട്. അല്ലെങ്കിൽ നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ നിബന്ധന അനുസരിച്ചിട്ട് വാങ്ങുന്നവൻ പറയുകയാണ്, ഈ സാധനം ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. അങ്ങനെ പറയാൻ പറ്റുന്ന സാധനമാണെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് ഞാൻ ഉപയോഗിച്ച് നോക്കും, എന്നിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ കൊണ്ടുതരും. അപ്പോൾ മറ്റാൾ പറയാണ് 3 ദിവസത്തിൻ്റെ അകത്ത്, എന്നാൽ വിരോധമില്ല. അപ്പോൾ അദ്ദേഹം ആ നിബന്ധന പാലിക്കണം. 3 ദിവസത്തിൻ്റെ അകത്ത് അത് പ്രവർത്തിച്ചില്ലെങ്കിൽ മടക്കി കൊണ്ടു കൊടുത്താൽ ഈ വിറ്റവന് ബാധ്യതയാണ് എന്തത് മടക്കി വാങ്ങൽ. എന്നിട്ടോ കാശും മടക്കി കൊടുക്കൽ വാങ്ങിയവന്റെ ബാധ്യതയിൽപ്പെട്ടതാണ്. അതിനൊരു കുഴപ്പമില്ലാത്ത രൂപത്തിൽ മടക്കി കൊടുക്കൽ. എന്നല്ലാതെ കുഴപ്പം ഉണ്ടാക്കി കൊടുത്തിട്ട് ആ കാശ് മുഴുവൻ കിട്ടണമെന്ന വാദിക്കലും ശരിയല്ല. അപ്പോൾ ഇവിടെയൊക്കെ സംഹൻ ഇദാ ബാഅ, നല്ല വിട്ടുവീഴ്ച മനോഭാവത്തോട് കൂടി വിൽക്കുക, വിട്ടുവീഴ്ച മനോഭാവത്തോട് കൂടി വാങ്ങുക, അങ്ങുമിങ്ങും നീക്കുപോക്ക് ഉണ്ടാവുക, മർക്കട മുഷ്ടി ഒഴിവാക്കി നിൽക്കുക. അതൊക്കെ ബിസിനസ്സിൽ ഉണ്ടാവേണ്ടതായ പ്രധാന ഭാഗമാണ് ബിസിനസ് ചെയ്യുന്ന വേളയിൽ. അതെ സഹോദരന്മാരെ, സഹോദരികളെ, അപ്പോൾ നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഹദീസ് ഇമാം തുർമിദി റിപ്പോർട്ട് ചെയ്തതാണ്. ഹദീസ് സഹീഹാണ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പറയുകയുണ്ടായി, ഈ ബിസിനസ് ചെയ്യുമ്പോഴേ ശ്രദ്ധിക്കേണ്ട പാടില്ലാത്ത ഭാഗങ്ങൾ, അത് ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ ഹലിഫിൽ കാദിബ്, കള്ളസത്യം സാധാരണ നാം കേൾക്കാം. ഇവിടെ അള്ളാനെ തന്നെയാണ് സത്യം, ഈ സാധനം വളരെ ക്ലിയറാണ്, ഒരു നിലക്കും അതിൽ കുഴക്കമില്ല, ഇത് സന്തോഷത്തോടു കൂടി സംതൃപ്തിയോടു കൂടി നിങ്ങൾ കൊണ്ടുപോകാം എന്നൊക്കെ നല്ല 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 കേൾക്കാൻ രസമുള്ള സുന്ദരമായ വാക്കുകളൊക്കെ 100 സത്യം ചെയ്ത് പറയും. അതേ സമയത്ത് മൂപ്പര് പറയുന്നത് മുഴുവനും കള്ളമായിരിക്കും, യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ മൂപ്പര് പറയുന്നത് ഇത് ജപ്പാനിൽ ഉണ്ടായതാണ്, മേഡ് ഇൻ ജപ്പാൻ എഴുതി കണ്ടില്ലേ എന്നൊക്കെ സത്യവചനം പറഞ്ഞുകൊണ്ട് പറയും. ഇതൊക്കെ ചിലപ്പോഴൊക്കെ ചില സുഹൃത്തുക്കൾ വിളിച്ച് ചോദിക്കാറുണ്ട്, ഇവിടെയുള്ളതായ സാധനങ്ങളുടെ മീതെ ഇറ്റാലിയാന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും സാധനം ഇറ്റലിയിൽ നിന്നിട്ട് വന്നതല്ല, അപ്പോൾ ഞാൻ എന്ത് വേണം എന്ന് ചോദിക്കാറുണ്ട്. അവിടെ നാം കളവ് പറയാതെ ചോദിച്ചാൽ, ചോദ്യത്തിന് നിങ്ങൾ ഈ കാണുന്ന സാധനം, ഈ രൂപത്തിലുള്ള സാധനം, അതിൽ എഴുതി വെക്കപ്പെട്ടത് എന്താണ് എന്നതിന് ഞാൻ ഉത്തരവാദിയല്ല, ഇതാണ് സാധനം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തോളീൻ, ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കിക്കൊള്ളീൻ എന്ന് വ്യക്തമായിട്ട് പറയണം. നിങ്ങളുടേതല്ല സാധനം, വേറെ ആളുടേതാണെങ്കിൽ, നിങ്ങളുടേതാണെങ്കിൽ അങ്ങനെ പച്ചക്കള്ളം എഴുതരുത്, പച്ചക്കള്ളം പറയരുത്, സത്യവചനം പോകട്ടെ. പറയുന്ന സംസാരം തന്നെ അസത്യമാവാൻ പാടുള്ളതല്ല, അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. എന്തേ അങ്ങനെ ചെയ്താൽ സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കച്ചവടക്കാരനെ സംബന്ധിച്ച് ബിസിനസ്സുകാർ യാ മഅശറ തുജാർ എന്ന് വിളിച്ചുകൊണ്ട് ഖിയാമത്ത് നാളിൽ ബിസിനസ്സുകാരെ ഹാജരാക്കപ്പെടൽ തുജാറിനെ ഫുജാറിൻ്റെ കൂടെയാണെന്നാണ്. തുജാറിനെ ആരുടെ കൂടെ ഹാജരാക്കും? ഫുജാറിൻ്റെ കൂടെ ഹാജരാക്കും. അപ്പോൾ ചോദിക്കപ്പെട്ടു, റസൂലേ അവര് ബിസിനസ് ചെയ്തുണ്ടാക്കിയ കാശല്ലേ എന്ന്. റസൂലുള്ളാഹിന്റെ മറുപടി, ഇല്ല മനിത്തഖാ വബറ വസദഖ, അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് നന്മ മാത്രം ഉപയോഗപ്പെടുത്തിയും കൊണ്ട്, സത്യസന്ധത പുലർത്തിയും കൊണ്ട് ബിസിനസ് നടത്തിയവരൊഴിച്ച് അവർക്ക് രക്ഷയുണ്ടല്ലാത്ത ആൾ പരലോകത്തിൽ ഫുജാറാണ്. തുജാർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാർ, ഫുജാർ എന്ന് പറഞ്ഞാൽ ഫാജിരീങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാമല്ലോ, അത് ഫാസ്റ്റിങ്ങൾ ഫാജിരീങ്ങളൊക്കെ പറഞ്ഞാൽ അതിര് വിട്ട് ജീവിച്ച, അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കാതെ ജീവിച്ച വിഭാഗത്തിൻ്റെ പേരാണ്. അങ്ങനെയുള്ള അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശൈലിയിലുള്ള നിബന്ധന വെച്ചത്. ഹദീസ് ഹസനാണ്, സഹീഹാണ് എന്ന് മഹാനായ ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു.
അബൂ ഹുറൈറ പൊഴിച്ച ഹദീസിൽ കാണുന്നു, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഒരു സഹാബി ജനങ്ങൾക്ക് കടം കൊടുക്കാറുണ്ടായിരുന്നു. കടം കൊടുക്കും, ബിസിനസ് നടത്താണ്. പക്ഷേ ബിസിനസ് നടത്തുന്ന സമയത്ത് മൂപ്പരുടെ സാധനം കടമായിട്ട് കൊടുക്കും. വരുന്നവരിൽ മുഅ്സിറാണെന്ന് കണ്ടാൽ, എന്ന് പറഞ്ഞാൽ കഴിവില്ലാത്ത, ശേഷികെട്ട, അവശരാണെന്ന് കണ്ടാൽ അവർക്ക് കടമായിട്ട് സാധനങ്ങൾ വിൽപ്പന നടത്തും. അങ്ങനെ ആ വ്യക്തിക്ക് വില കൊടുക്കാൻ സാധിക്കാതെ, കഴിവില്ലാതെ ആയിക്കഴിഞ്ഞാൽ മാഫ് ചെയ്തു കൊടുക്കുക, അദ്ദേഹത്തിന് ഫ്രീ ആണ് എന്ന് പറയുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, സഹാബാക്കളിൽ നിന്നിട്ട് അങ്ങനെയും ബിസിനസ് നടത്തുന്നവരുണ്ടായി. അഥവാ കഴിവുള്ളവരിൽ നിന്നിട്ട് കാശ് വാങ്ങുക, കഴിവില്ലാത്തവരിൽ നിന്നിട്ട് കാശ് വാങ്ങാതിരിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായി. അദ്ദേഹം മാഫി ചെയ്തതുപോലെ അദ്ദേഹത്തിന്റെ പാപങ്ങൾ അള്ളാഹു അദ്ദേഹത്തിന് മാഫി ചെയ്തു കൊടുത്തു എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. സംഭവം ഇത് ബുഖാരിയിലാണ്. എവിടെയാണ് ഹദീസ്? സഹീഹ് ബുഖാരിയിലാണ്. അപ്പോൾ നമുക്ക് സാധിക്കുമെങ്കിൽ, സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ നാം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എവിടെയുണ്ട് അവശർ, എവിടെയുണ്ട് കഴിവില്ലാത്തവർ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ബിസിനസ് നടത്തുന്ന സന്ദർഭത്തിൽ തന്നെ നമുക്ക് ആളെ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇയാള് സദഖ കൊടുക്കാൻ പറ്റുന്ന വ്യക്തിയാണ്, ഫീ കൊടുക്കാൻ പറ്റുന്ന വ്യക്തിയാണ്. അങ്ങനെ കണ്ടാൽ അവരെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് നാം വിൽക്കുന്ന സാധനത്തെ ഫ്രീ ആക്കി മാറ്റുക എന്നത് റസൂലുള്ളാഹി പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങൾ, ചെറുദോഷങ്ങൾ അള്ളാഹ് ഫ്രീ ആക്കി മാറ്റും, അള്ളാഹു അവന് പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്രകാരം തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബിസിനസ് ചെയ്യുമ്പോൾ നാം നമ്മുടെ കാര്യം വിട്ട് കളിക്കരുത്. അഥവാ ബിസിനസ്സിൽ ബർക്കത്തുണ്ടാവണമെങ്കിൽ നാം ഇതുവരെ പറഞ്ഞതായ നിബന്ധന പാലിക്കുമ്പോൾ അതിൽ ബർക്കത്തുണ്ടാകുന്നു. പ്രഭാതത്തിലാവുക, നല്ല ടൈം കണ്ടെത്തുക. അപ്രകാരം തന്നെ നാം ബിസിനസ്സിന് വേണ്ടി സ്ഥലം, നല്ല അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അതോടൊപ്പം നാം വഞ്ചന ചെയ്യാതിരിക്കുക, കളവ് പറയാതിരിക്കുക, തട്ടിപ്പ് വെട്ടിപ്പൊക്കെ ഒഴിവാക്കുക, കൈക്കൂലി ഒഴിവാക്കുക, കള്ളസത്യവും കള്ളസാക്ഷിയും ഒഴിവാക്കുക. ഇതൊക്കെ ഒഴിവാക്കുമ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ബിസിനസ് ഇസ്ലാമീകരിക്കാൻ സാധിച്ചു. എന്നാൽ അതോടൊപ്പം ഇസ്ലാമീകരിക്കുന്ന ഇനത്തിൽപ്പെട്ടതാണ് നമ്മുടെ പ്രധാനമായി ചെയ്യേണ്ട അമാലുകൾക്ക് അത് മുടക്കമാവരുത്. ബിസിനസ് ഒരിക്കലും നാം ചെയ്യുന്നതായ അമലുകൾക്ക് മുടക്കമാകരുത്. അഥവാ 5 വക്ത് നമസ്കാരം നമസ്കാരത്തിന് തടസ്സമായി മാറരുത്, ജുമാ നമസ്കാരത്തിന് തടസ്സമായി മാറരുത്. അതുകൊണ്ടാണല്ലോ ജുമാ നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകം പറഞ്ഞു, ബിസിനസ് ഒഴിവാക്കി വരിക. എവിടേക്ക്? ജുമാ നമസ്കാരത്തിന് വേണ്ടി. നിങ്ങൾ ജുമാ നമസ്കാരത്തിന് വേണ്ടി ബിസിനസ്സുകൾ ഒഴിവാക്കി വരണം എന്ന്. അതുകൊണ്ട് അവിടെ പണ്ഡിതന്മാർ, ഫുഖഹാക്കൾ വിധി പറയുന്ന കാണാം, ആ സമയത്ത് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ ആ കച്ചവടം ചെയ്ത് സമ്പാദിക്കുന്ന സമ്പാദ്യം ഹറാമാണ്, അത് തിന്നാൻ പാടുള്ളതല്ല. കാരണം അള്ളാന്റെ നിർബന്ധ കൽപ്പന പാലിക്കാത്തത് കൊണ്ട് അതിൽ ഹറാമ് കടന്നുകൂടി എന്ന് നമ്മുടെ നേതാക്കൾ, ഫുഖഹാക്കൾ പറയാൻ കാരണം അത് തന്നെയാണ്. അപ്പോൾ നാം നമ്മുടെ ബിസിനസ്സിനെ ഹലാലാക്കാൻ വേണ്ടിയുള്ള മാധ്യമങ്ങളിലും മാർഗങ്ങളിലും റൂട്ടുകളിലും പെട്ടതാണ് നാം അള്ളാഹ്ക്ക് ചെയ്യേണ്ടതായ ബാധ്യതകളിൽ അത് തടസ്സമായി മാറാൻ പാടുള്ളതല്ല. ഇദാ റഔ തിജാറതൻ ഔ ലഹുവൻ ഫല്ലു ഇലൈഹ വതറകൂക ഖായിമ എന്ന ആക്ഷേപാർഹമായ ശൈലിയിൽ ഖുർആൻ അല്ലാഹ് സംസാരിച്ചതായി കാണാം. കച്ചവടത്തിലേക്കും ബിസിനസ്സിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവർ ഒഴിവാക്കി പെട്ടെന്നോടി പട്ടണത്തിൽ വ്യാപകമായത് കണ്ടപ്പോൾ, നിങ്ങൾ നിസ്കരിച്ചിട്ട് നിസ്കാരത്തിൽ നിന്ന് ഫ്രീ ആയതിന്റെ ശേഷം അല്ലാതെ അങ്ങനെ കാട്ടരുത്, നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ റസൂലേ നിങ്ങളെ തനിച്ചാക്കി മാറ്റി അവർ പള്ളി ഒഴിവാക്കി പട്ടണത്തിലേക്ക് പോകുന്ന ശൈലി പാടില്ല. അപ്പോൾ ഇവിടെ മദീനയിലും മക്കയിലൊക്കെ അറിയപ്പെട്ട പട്ടണങ്ങളൊക്കെ പള്ളിയുടെ പരിസരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയെല്ലാം ഇസ്ലാമീകരിക്കാൻ വേണ്ടി സഹാബാക്കൾ റസൂലുള്ളാഹി നൽകിയതായ സ്റ്റഡി ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കി, അത് ഗ്രഹിച്ചു. അതനുസരിച്ചിട്ട് അവരുടെ ബിസിനസ് അവർ നടത്തിയത് കൊണ്ട് തന്നെ അബ്ദുറഹ്മാൻ അഫ്നെ പോലോത്ത പേരെടുത്ത അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ നിന്നിട്ട് ബഹുഭൂരിഭാഗം പേരും പരിശോധിച്ചാൽ കാണാം ബിസിനസ്സുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ നിന്നിട്ട് അധിക പേരും പരിശോധിച്ച് നോക്കിയാൽ കൂടുതൽ ഹദീസ് ഇല്ലാത്തവരാണ്. അബൂ ഹുറൈറയെ പോലോത്ത, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നെ പോലോത്ത, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിനെ പോലോത്ത, അംർ ഇബ്നുൽ ആസിനെ പോലോത്ത പ്രത്യേക അബാദിലകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഹദീസ് ശേഖരിച്ചതായ വിഭാഗത്തെ കാണുന്നത്. കാരണമായിട്ട് എന്താണ് പറയുന്നത്? അവരിൽ നിന്നിട്ട് പലരും യുദ്ധത്തിലേക്ക് പോകും,
പല പ്രവർത്തനങ്ങൾ ചെയ്യും. അതോടൊപ്പം അവർ ബിസിനസ്സുകാരുമായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ പരിസരത്തിൽ ചടഞ്ഞിരുന്നു കൊണ്ട് അബൂ ഹുറൈറ കാട്ടിയതുപോലെ, സുഫത്തിന്റെ അഹ്ലുകാരിൽ നിന്നിട്ട് പലരും കാട്ടിയതുപോലെ കാട്ടാനുള്ള ചുറ്റുപാട് അവരിൽ നിന്നിട്ട് പലർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ എണ്ണം കുറഞ്ഞത് എന്ന് അബൂ ഹുറൈറ തന്നെ പറയുന്നതായിട്ട് കാണാം. അതുപോലെ സഹാബാക്കളിൽ നിന്നിട്ട് പലരും ഹിസ്റ്ററി അവരെ കുറിച്ച് പറയുമ്പോൾ സംസാരിച്ച ശൈലികളൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അതിൽ നിന്നിട്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നേതാക്കളൊക്കെ ബിസിനസ് ചെയ്തിരുന്നു. അവരൊക്കെ കോടീശ്വരന്മാരായവരും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ടതാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അതിൽപ്പെട്ടതാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അവരൊക്കെ അവരുടെ സമ്പത്തിലൂടെ നാം കാണുന്നത് പോലെ മസ്ജിദ് നബിയുടെ ആദ്യ ഭാഗം ആദ്യമായിട്ട് പള്ളിയിലേക്ക് കൂട്ടിച്ചേർത്തതും ആ സ്ഥലങ്ങളെ കാശ് കൊടുത്തിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്നിട്ട് കാശ് കൊടുത്തിട്ട് അത് ഇസ്ലാമിലേക്ക് വാങ്ങി വഖഫാക്കിയതും, അതുപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ വഖഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലൂടെ മദീനത്ത്. നിങ്ങൾ കണ്ടിരിക്കാം വഖഫ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്ന് എഴുതിയിട്ട് കാണാം ചില കെട്ടിടങ്ങളുടെ താഴെ. ഭൂമി ഉസ്മാൻ അഫ്ഫാന്റെതാണ് എന്ന അർത്ഥത്തിലേക്ക്. അതുപോലെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ യഹൂദികളുടെ കയ്യിൽ നിന്നിട്ട് റസൂലുള്ളാഹി ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് കാശ് കൊടുത്തിട്ട് ബീർ ഉസ്മാൻ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നതായ ആ ബീർ റോമ എന്ന ആ ബീർ വിലക്ക് വാങ്ങിയിട്ട് ഇസ്ലാമിന് വഖഫ് ചെയ്തതായ നേതൃത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൂടെയെല്ലാം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് സ്വർഗ്ഗ സന്തോഷ വാർത്ത അതിലൂടെ നൽകുകയും ചെയ്തതും നമുക്ക് കേട്ട് പരിചയമുള്ളതുമാണ്. അതൊക്കെ എന്തിലൂടെ സംഭവിച്ചു? ഒരാൾക്ക് സമ്പത്ത് ഉണ്ടാകുമ്പോഴാണല്ലോ അള്ളാഹിന്റെ വഴിയിൽ ചെലവഴിക്കുക. അപ്പോൾ സമ്പത്ത് ഉണ്ടാക്കൽ അത് ഹലാലാക്കണം എന്നതാണ് നാം പറഞ്ഞു വരുന്നത്. അതേസമയത്ത് സമ്പത്ത് ഉണ്ടാക്കൽ ഇസ്ലാം വിരോധിച്ച കാര്യമല്ല. നമ്മുടെ നേതാക്കളൊക്കെ സമ്പാദിച്ചവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് മുമ്പ് ഖദീജ റളിയല്ലാഹു തആല അൻഹ മൈസറയുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സത്യസന്ധത അറിഞ്ഞത് കാരണത്താൽ, നല്ല സ്വഭാവം അറിഞ്ഞത് കാരണത്താൽ, ബിസിനസ്സിൽ നല്ല മിടുക്കനായിരിക്കും അങ്ങനെയുള്ള വ്യക്തി എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ട് ബിസിനസ് നടത്തിയതായ വാർത്ത, ഷാമിലേക്ക് അയച്ചതായ വാർത്ത ഇബ്നു ഹിഷാം സീറയിൽ പറയുന്നത് നിങ്ങൾ ഒരു പക്ഷേ പലപ്പോഴും കേട്ടിരിക്കാം. അങ്ങനെയുള്ള സംഭവം മൈസറ എന്ന അടിമയോട് കൂടിയാണ് അയച്ചതും. അങ്ങനെ അവരുടെ സത്യസന്ധതയ്ക്ക് ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവരുടെ കൂട്ടുകാരനായി അഥവാ ഭർത്താവായിട്ട് സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ സമ്പത്തുള്ള മക്കയിലുള്ള കുലീനിയായ അറിയപ്പെട്ടതായ ഖദീജ റളിയല്ലാഹു തആല അൻഹ, ബിസിനസ്സിൽ പേരെടുത്ത ഖദീജ റളിയല്ലാഹു തആല അൻഹ ഉപയോഗപ്പെടുത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലുള്ളതായ അവരിലുള്ളതായ ആ സത്യസന്ധതയും ആ അമീൻ എന്ന രൂപത്തിൽ അറബികൾ വിളിച്ചിരുന്ന ഖുറൈശികൾ വിളിച്ചിരുന്നതായ ഖുറൈശികളുടെ ഇടയിൽ ഏറ്റവും അറിയപ്പെട്ട വിശ്വസ്തനാണ് എന്ന പ്രത്യേകതയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഉള്ളതുകൊണ്ടായിരുന്നു എന്നത് നമുക്കറിയാം. അപ്പോൾ ബിസിനസ് പണ്ട് തന്നെ ബിസിനസ് ഇസ്ലാമീകരിക്കുന്ന വേളയിൽ, ബിസിനസ്സിലൂടെ സത്യസന്ധരായിട്ട് ബിസിനസ് നടത്തുന്ന വേളയിൽ ജനങ്ങൾ പണ്ട് തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ട ഭാഗമായിരുന്നു. പിന്നെ ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ ഇസ്ലാം വന്നത് ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കി, ഒരു നിയമമുണ്ടാക്കി, ഒരു അന്തിമ ഉണ്ടാക്കി. ആ അന്തിമ അനുസരിച്ചിട്ട് ആയിരിക്കണം കച്ചവടം നടത്തേണ്ടത്, ബിസിനസ് നടത്തേണ്ടത്. അത് ആർക്കും എത്രയും സമ്പാദിക്കാം. അതിൽ ഇന്ന് മറ്റു ഈസങ്ങൾ പറയും പോലെ സോഷ്യലിസം ആവട്ടെ, സെക്കുലറിസം ആവട്ടെ, പല അനിസ്ലാമിക ചിന്താഗതികൾ പറയുന്നത് പോലെ ഇന്നാൾക്ക് ഇത്രയേ പാടുള്ളൂ, ഇന്നാൾ ഇത്രയേ സമ്പാദിക്കാൻ പാടുള്ളൂ എന്ന തത്വം ഇസ്ലാമിലില്ല. ആർക്കും എത്രയും ഹലാലായ രൂപത്തിൽ സമ്പാദിക്കാം. അള്ളാഹുവിന്റെ നിബന്ധന ആരും പൂഴ്ത്തി വെക്കരുത്, ആരും അവശരുടെ അവകാശം കൊടുക്കാതിരിക്കരുത്. പക്ഷേ സമ്പാദിക്കുന്നത് എത്രയും സമ്പാദിക്കാം, ഹലാലായ വഴിയിൽ ആയിരിക്കണം എന്നത് മാത്രം. ഇതാണ് ഇസ്ലാം വെക്കുന്ന നിബന്ധന. ബിസിനസ് നടത്താൻ വേണ്ടി നാം ചെല്ലുന്നത് പട്ടണത്തിലേക്കായിരിക്കും. പട്ടണത്തിൽ പോവുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വെറുത്ത സ്ഥലമാണ് ഭൂമിയിൽ പട്ടണം. പട്ടണങ്ങൾ വെറുത്ത സ്ഥലമാണ്. റസൂൽ പറയുന്ന വാക്ക് നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ളതായിരിക്കും. അഹബ്ബുൽ ബിഖാഇ ഇലല്ലാഹ് മസാജിദുഹ. ഭൂമിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബുഖാ, ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം അതേതാണ്? ഭൂമിയിലുള്ള പള്ളികളാണ്. ഭൂമിയിലുള്ള പള്ളികളാണ്. പള്ളി അള്ളാഹുവിൻ്റെ വീടാണ്. അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളാണ്. അതിന് അതിൻ്റെതാകുന്ന ബഹുമതിയും പ്രത്യേകതയും ബഹുമാനവും നാം നൽകണം. അതുകൊണ്ടാണ് ഇവിടെ ബിസിനസ് പാടില്ല. ആരെങ്കിലും പള്ളിയിൽ ബിസിനസ് നടത്തുന്ന കണ്ടാൽ നിന്റെ കച്ചവടത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യാതിരിക്കട്ടെ എന്ന് അവനെതിരിൽ പ്രാർത്ഥിക്കണമെന്നാണ് ഇസ്ലാം കൽപ്പിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ പള്ളിയിൽ ബിസിനസ് നടത്താൻ പാടില്ല. അതേ സമയത്ത് അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള കോപമുള്ള ഭാഗം ഏതാണ്? അത് ഭൂമിയിലുള്ള പട്ടണങ്ങളാണ്. കാരണം റസൂൽ പറയുന്നു, അത് സഹീഹ് തന്നെയാണ്, പിശാചിന്റെ പതാക നാട്ടുന്ന സ്ഥലം അതാണ്. കുഴപ്പങ്ങൾ സാധാരണ ഉണ്ടാവൽ
എവിടെയാണ്? പട്ടണങ്ങളിലാണ്. ധാരാളം തെറ്റുകൾ ഉണ്ടാവൽ പട്ടണങ്ങളിലാണ്. ഹറാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും ഹറാം തിന്നാനും ഹറാം പറയാനും ഹറാം പ്രവർത്തിക്കാനും എല്ലാ ചാൻസുകളും ഉണ്ടാകുന്ന സ്ഥലമാണ് പട്ടണങ്ങൾ. അതുകൊണ്ട് രാവിലെ പട്ടണത്തിൽ പോയി അവസാനം പട്ടണത്തിൽ നിന്നിട്ട് ഇറങ്ങുന്ന ജീവിതം മുഴുവനും പട്ടണത്തിൽ കഴിച്ചു കൂട്ടുന്ന ശൈലി റസൂലുള്ളാഹി വെറുത്തതും ആണ്. ആവശ്യത്തിന് വേണ്ടി നിന്റെ കട തുറക്കുന്ന ടൈമിൽ മാത്രം നിനക്ക് പോകുന്നത് കൊണ്ട് വിരോധമില്ല, അത് ഇസ്ലാം അനുവദിച്ച ശൈലിയാണ്. എന്നല്ലാതെ ചില ആൾക്കാരൊക്കെ കാണാം, അദ്ദേഹം നിസ്കരിക്കലുണ്ടാവൂല, അതേസമയത്ത് നിസ്കാര സമയമായി കഴിഞ്ഞാൽ അവനുള്ള നാടുകളിൽ നമസ്കാര സമയത്ത് കട പൂട്ടൽ നിർബന്ധമാണെങ്കിൽ കട പൂട്ടും. എന്നിട്ട് പള്ളിയിലേക്ക് പോകുന്നതിന് പകരം കട പൂട്ടി ഷട്ടർ താത്തിയിട്ട് അകത്തിരിക്കും. അകത്തിരുന്നിട്ട് ആ ടൈം അവൻ വേസ്റ്റാക്കും. അങ്ങനെയുള്ളവരെയും ചിലപ്പോൾ കാണാറുണ്ട്. അള്ളാഹു അങ്ങനെയുള്ളവർക്ക് ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. എന്തേ? ലമീറില്ല, ലമീർ മരിച്ചുപോയി, ഹൃദയം മരണപ്പെട്ടു പോയവരാണ് മക്കയിലും മദീനയിലൊക്കെ അങ്ങനെ കാട്ടുക. സൗദി അറേബ്യ പോലത്തെ ഇസ്ലാമിക ഭരണം നടപ്പാക്കുന്ന നിസ്കാര സമയത്ത് കടകൾ പൂട്ടുന്ന നാട്ടിൽ വരെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ അള്ളാഹുവിനെ ഭയപ്പെടുന്ന കാര്യത്തിൽ തീരെ ശ്രദ്ധിച്ച് കാണാത്തവരായിരിക്കും, ഗഫലത്തിൽ മുഴുകിയവരായിരിക്കും. അവരൊക്കെ അള്ളാഹു ഗഫലത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ളവരെയും ചുരുക്കം കാണാം. അതൊക്കെ അപകടമാണ്. അപ്പോൾ എന്താണ് റസൂലുള്ളാഹി പറയുന്നത്? നിങ്ങളുടെ ടൈം മുഴുവനും പട്ടണത്തിലായി മാറരുത്. രാവിലെ മുതൽ അവസാന നിമിഷം വരെ പട്ടണത്തിലാക്കി മാറ്റരുത്. മറിച്ച് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി പ്രത്യേകം ടൈം കണ്ടെത്തുക. നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കണമെന്ന് പറയും പോലെ നിങ്ങളുടെ ജീവിതത്തിന് ടൈം ടേബിൾ ഉണ്ടാക്കുക. എന്തിനു വേണ്ടി? ഒരു കൃത്യനിഷ്ഠത ഉണ്ടാക്കാൻ വേണ്ടി. ഇത്ര മണിക്കൂർ കട, ഇത്ര മണിക്കൂർ ബിസിനസ്, ഇത്ര മണിക്കൂർ പള്ളിക്ക്, ഇത്ര മണിക്കൂർ കുട്ടികളോട് കൂടി, ഇത്ര മണിക്കൂർ ഇബാദത്തിന് വേണ്ടി, അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് എന്ന അർത്ഥത്തിലേക്ക്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, മുസ്ലിം പഠിച്ചിരുന്ന ഹദീസിൽ, ലാ തകൂനന്ന ഇദ് ഇസ്തതഅത അവ്വല മൻ യദ്ഖുലു സൂഖ വലാ ആഖിറ മൻ യഖ്റുജു മിന്നാ ഫഇന്നാ മഅറകത്തു ശൈത്താൻ. പിശാച് അവന്റെ യുദ്ധം പ്രഖ്യാപിക്കുന്ന അവന്റെ പോർക്കളമാണെന്നാണ് റസൂൽ പറയുന്നത് മുസ്ലിം പഠിച്ചിരുന്ന ഹദീസിൽ. ഏത്? പട്ടണേ. അതുകൊണ്ട് പട്ടണം അതിനുവേണ്ടിയല്ല നാം ഉപയോഗിക്കേണ്ടത്. അത്യാവശ്യം നമുക്ക് അവിടെ നിർബന്ധമായി ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൈം ഉപയോഗപ്പെടുത്തുക എന്നല്ലാതെ എല്ലാ സമയവും കഴിച്ചുകൂട്ടാൻ പട്ടണത്തിൽ തന്നെ ആവാൻ അത് ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് പറയുന്നതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പ്രാർത്ഥനയും പഠിപ്പിച്ചു. പ്രാർത്ഥന നാം പറയാറുണ്ടോ? പ്രാർത്ഥനയുണ്ട്. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഷെയ്ഖ് അൽബാനി സഹിയാക്കിയിട്ടുണ്ട് ഹദീസിനെ. എന്താണ് ഹദീസ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ പറയേണ്ടതാണ്. പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ പറയേണ്ടതാണ്. നാം പറയാറുണ്ടോ? പറഞ്ഞ് പ്രാക്ടീസ് ഉണ്ടാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറയുന്നത്, ഒരാൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എപ്പോഴും പട്ടണത്തിൽ കടക്കുമ്പോൾ, ദൈനംദിനം പട്ടണത്തിൽ പോകേണ്ട ആളാണെങ്കിലും പട്ടണത്തിൽ കടക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് 1000 ഹസനത്ത് എഴുതപ്പെടും, 1000 സയ്യിഅത്ത് അവരിൽ നിന്നിട്ട് കഴുകി ശുദ്ധിയാക്കപ്പെടും. അങ്ങനെ ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് നടക്കുന്ന കൂട്ടത്തിൽ പട്ടണത്തിലേക്ക് ദൈനംദിനം പ്രവേശിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിൽ സ്വർഗത്തിൽ ഒരു പ്രത്യേക പേലസ് അവൻ അല്ലാഹു നിർമ്മിക്കുമെന്ന് ഈ ഹദീസിൽ കാണുന്നു. ഹദീസ് മഹാനായ ഇബ്നു മാജിയാണ് റിപ്പോർട്ടകൻ. അപ്പോൾ പട്ടണത്തിലേക്ക് പോവുക എന്നത് ഇസ്ലാം അനുവദിച്ചതാണ്. പക്ഷേ അവിടെയൊക്കെ കടക്കുന്ന സന്ദർഭത്തിൽ ചെല്ലേണ്ടത് ചെല്ലുവാനും അപ്രകാരം തന്നെ പട്ടണത്തിൽ പോകൽ നിർബന്ധമാണെങ്കിൽ കണ്ണിനെ സൂക്ഷിക്കണം, നാവിനെ സൂക്ഷിക്കണം, നന്മ ഉപദേശിക്കണം, തിന്മ വിരോധിക്കണം, ജനങ്ങൾക്ക് സലാം പറയണം എന്നീ നന്മകളൊക്കെ അവിടെ പറയാൻ വേണ്ടിയല്ലാതെ അന്യ സ്ത്രീകളെ നോക്കാൻ, അല്ലെങ്കിൽ അന്യ പുരുഷന്മാരെ വികാര നോട്ടം നോക്കി ടൈം വേസ്റ്റാക്കാൻ, അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ, വഞ്ചിക്കാൻ, കക്കാൻ, തട്ടിപ്പ് നടത്താൻ, വശീകരിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആവാൻ പാടുള്ളതേ അല്ല. അങ്ങനെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ ഒരാൾക്ക് സാധിക്കുന്നില്ല. മൂപ്പർക്ക് പട്ടണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എന്നാൽ അദ്ദേഹം വീട്ടിലിരിക്കലാണ് നല്ലത്, അദ്ദേഹം പട്ടണത്തിൽ പോകാതിരിക്കലാണ് നല്ലത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശൈലി അനുസരിച്ചിട്ട് ഇൻകാന വലാ ബുദ്ദ, അങ്ങനെ പോകൽ നിർബന്ധമാണെങ്കിൽ പോയാൽ മതി എന്നാ പറഞ്ഞത്. അല്ലാത്ത പക്ഷം വീട്ടിലിരുന്നോ. മനസ്സിലായില്ലേ? എന്തേ? അതാണ് ഉത്തമം. എന്തിന്? ദോഷം കുറഞ്ഞു കിട്ടാൻ, പാപങ്ങൾ ഇല്ലാതെയായി മാറാൻ. ഇതിൻ്റെ അർത്ഥം പട്ടണത്തിൽ പോകൽ ഹറാമാണെന്നുള്ളതല്ല. പട്ടണത്തിൽ പോകുമ്പോൾ നാം നമ്മുടെ കണ്ണിനെയും കാതിനെയും എല്ലാം കൺട്രോൾ ചെയ്യണമെന്ന അർത്ഥത്തിലേക്കാണ്. നബിമാരെല്ലാം പട്ടണത്തിൽ പോയിരുന്നു. നബിമാരിൽ നിന്നിട്ട് പലരും ബിസിനസ്സുകാരുണ്ടായിരുന്നു.
എന്ന് പണ്ട് തന്നെ നബിമാരെ നോക്കിയിട്ട് ആ നബിമാരുടെ സമൂഹം പറയാറുള്ളതാണ്. എന്തൊരു നബിയാണിത്, പട്ടണത്തിൽ കറങ്ങുന്ന നബി, എന്തൊരു നബിയാണിത്, ഭക്ഷണം തിന്നുന്ന നബി എന്നൊക്കെ അവർ ചോദിച്ചിരുന്നു. അവർ മനസ്സിലാക്കിയത് നബി എന്നൊക്കെ പറഞ്ഞാൽ ഭക്ഷണം തിന്നൂല, ഭക്ഷണത്തിനൊന്നും പോകൂല, ഒരു പ്രത്യേക ജന്തുവാണെന്നാണ് മനസ്സിലാക്കിയത്. അല്ല, അള്ളാഹ് അതിന് മറുപടി പറയുന്നു, നിങ്ങൾ അവിടെ ജീവിക്കുന്നവര് മലക്കുകളാണെങ്കിൽ ഞാൻ മലക്കുകളെ ഇറക്കിയിരുന്നേനെ. പക്ഷെ മലക്കുകളല്ലല്ലോ അവിടെ ജീവിക്കുന്നത്, മനുഷ്യന്മാരല്ലേ. അവിടെ മനുഷ്യന്മാർക്ക് നബി മനുഷ്യന്മാർ തന്നെ ആയിരിക്കണം, മലക്കുകളാവാൻ പറ്റൂല എന്ന് അല്ലാഹു ഖുർആനിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവരോട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വിഷയം എന്താണ്? നബിമാരൊക്കെ കച്ചവടത്തിന് വേണ്ടിയും വ്യാപാരത്തിന് വേണ്ടിയും അതല്ലെങ്കിൽ ദഅവത്തിന് വേണ്ടിയും പട്ടണത്തിൽ പോയവരാണ്. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق وما أرسلنا قبلك من المرسلين إلا أنهم ليأكلون الطعام ويمشون في الأسواق. ഇത് ഈ ശൈലി ഖുർആൻ പലയിടങ്ങളിലുണ്ട്. അവരൊക്കെ നാം അയച്ചതായ നബിമാരെല്ലാം എന്തായിരുന്നു? പട്ടണത്തിൽ കറങ്ങുന്നവരും ആവശ്യാർത്ഥം പട്ടണത്തിൽ പോകുന്നവരും അഥവാ ബിസിനസ് നടത്തുന്നവരൊക്കെ ആയിരുന്നു. നമ്മുടെ നേതാക്കളൊക്കെ ബിസിനസ് നടത്തിയ ആളാണ്. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ബസ്സാദ് ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പട്ട് കച്ചവടമൊക്കെ നടത്തിയ ആളാണ്. അങ്ങനെ ഇബ്നുൽ ജൗസിയെ പോലത്തെ വലിയ വലിയ പേരെടുത്ത എഴുത്തുകാരും മഹാത്മാക്കളൊക്കെ പരിശോധിച്ചാൽ അവരൊക്കെ അവരെഴുതുന്ന ഗ്രന്ഥങ്ങൾ എഴുതാനും അവർ രചിക്കുന്ന ഗ്രന്ഥങ്ങൾ രചിക്കാനും അവർ ചെയ്യുന്ന ദഅവത്തിന് വേണ്ടി ഹെൽപ്പ് ആവാനും അവര് ബിസിനസ്സിന് വേണ്ടി ടൈം കണ്ടെത്തും. എന്നിട്ട് പട്ടണത്തിൽ പോയി ബിസിനസ് നടത്തും. ബാക്കിയുള്ള ടൈമിൽ അവർ സമ്പാദിച്ച സമ്പാദ്യം അത് ഉപയോഗപ്പെടുത്തിയും കൊണ്ട് ഇൽമ് പഠിക്കും, ഗ്രന്ഥങ്ങൾ രചിക്കും. ഇതൊക്കെ നമ്മുടെ ഇമാമുകൾ പേരെടുത്ത ധാരാളം നമ്മുടെ ടൈം സഹായിക്കുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ചരിത്രം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, പറയേണ്ട സമയവുമല്ല ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള നേതാക്കളെ നാം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നേതാക്കളൊക്കെ ബിസിനസ് ചെയ്തവരും വ്യാപാരം ചെയ്തവരും കച്ചവടം നടത്തിയവരും പട്ടണത്തിൽ കറങ്ങിയവരൊക്കെ ആയിരുന്നു. പക്ഷെ ഇസ്ലാം വെക്കുന്ന നിബന്ധന പാലിക്കണം പട്ടണത്തിലേക്ക് കടക്കുമ്പോഴും കടന്നാലും എന്നതാണ് പറഞ്ഞു വന്നത്. റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് ഒരവസരത്തിൽ പഴയ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ ബിസിനസ്സിൽ പാർട്ട്ണറായതായ വ്യക്തി കടന്നു വന്നു. മക്ക റിപ്പബ്ലിക് ദിവസത്തിലാണ് കടന്നു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് മർഹബൻ ബി അഖീ വ ശരീകി, വെൽക്കം, മർഹബൻ, ആർക്ക്? എൻ്റെ സഹോദരനെ, എൻ്റെ പാർട്ട്ണറെ എന്ന് അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അത് കുന്ത തഅമലു അഅമാലൻ ഫിൽ ജാഹിലിയ. സായിബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് റസൂൽ പറയാണ്, അദ്ദേഹം മുസ്ലിമായി വന്നതാണ്. മക്ക റിപ്പബ്ലിക് ദിവസത്തിൽ റസൂൽ അടുക്കൽ ഹദ്റത്തിലേക്ക് വന്നതാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ റസൂൽ പറഞ്ഞ ശൈലിയിൽ നിന്നിട്ട് പഠിക്കാനുള്ള പാഠം ഇതാണ്. എന്ത്? റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, എന്ത്? പണ്ട് കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ നിങ്ങൾ എൻ്റെ പാർട്ട്ണറായിരുന്നു. അതുകൊണ്ട് അല്ലയോ എൻ്റെ സഹോദര നിങ്ങൾക്ക് മർഹബൻ, അല്ലയോ എൻ്റെ പാർട്ട്ണറെ നിങ്ങൾക്ക് മർഹബൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നതാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയുണ്ടായി, നിങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ ധാരാളം നന്മകൾ. അദ്ദേഹത്തിനെ കുറിച്ച് ഹദീസിന്റെ ശൈലിയിൽ ലാ യുദാറ വലാ യുമാറ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പൊടി പടലങ്ങളില്ലാത്ത രൂപത്തിൽ, ഒരു ആക്ഷേപം പറയാൻ പറ്റാത്ത രൂപത്തിൽ ജനങ്ങൾക്ക് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മഹാവ്യക്തിത്വമായിരുന്നു. അങ്ങനെയുള്ള വ്യക്തിത്വമായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പറയുകയാണ്, പണ്ട് കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചെയ്തതായ ആ നന്മകൾ നിങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിലാണ് ചെയ്തത് കൊണ്ട് അന്നേത്തെ കാലഘട്ടത്തിൽ ചെയ്തത് അള്ളാഹ് സ്വീകരിക്കുകയില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ സമയത്ത് നിങ്ങൾ ഇവിടെ മുസ്ലിമായി വന്നതുകൊണ്ട് നിങ്ങൾക്ക് പണ്ടത്തതും പുതിയതും എല്ലാം ലാഭം എന്ന് പറയും പോലെ നിങ്ങൾക്കിപ്പോൾ ഖുർആൻ അല്ലാഹ് പറഞ്ഞ ശൈലി അതാണ്. ഒരാള് ജാഹിലിയത്തോട് വിടവാങ്ങിയിട്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹു അല്ലാത്തവർക്ക് അർക്കുന്ന, നേർച്ചയാക്കുന്ന, ശിർക്ക് ചെയ്യുന്ന, ഇസ്രാഫ് ചെയ്യുന്ന, വ്യഭിചരിക്കുന്ന, തോന്നിവാസം ചെയ്യുന്ന ആ സൂറത്തുൽ ഫുർഖാന്റെ അവസാനത്തിൽ ആയത്ത് കാണാം. എന്നിട്ട് ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹാ, അത്തരം തെറ്റുകൾ എന്നിട്ട് പാശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങി എന്നിട്ട് സത്യത്തിലേക്ക് മടങ്ങുകയും മൂമിനാവുകയും സത്യവിശ്വാസിയാവുകയും എന്നിട്ട് ഇനി അങ്ങനെയുള്ളതായ തോന്നിവാസത്തിലേക്കും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക പോലത്തതായ മഹാപാപങ്ങളിലേക്കും ഇനി ഞാൻ മടങ്ങൂല എന്ന് തീർത്ത് പറഞ്ഞു. ശിർക്ക് ചെയ്യൂല എന്ന് തീർത്ത് പറഞ്ഞു. അനാചാരങ്ങളും തോന്നിവാസങ്ങളും വ്യഭിചാരങ്ങളും കള്ളുകുടിയും അപ്രകാരം പലിശ തിന്നലും എന്തെല്ലാം തെറ്റുകളുണ്ടോ അവകളോടെല്ലാം എന്നേക്കുമായി ഞാൻ വിടവാങ്ങി എന്ന് പറഞ്ഞു. അതിൽ സത്യസന്ധനായി മാറുകയും ചെയ്തു. നസൂഹായ തൗബ ചെയ്തു. അങ്ങനെ തൗബ ചെയ്ത വ്യക്തിയെ കുറിച്ച് അല്ലാഹ് പറയുന്നു, ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹാ, എന്നിട്ട് അദ്ദേഹം സൽക്കർമ്മം ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ മുമ്പ് ചെയ്ത സർവ്വ തെറ്റായ കാര്യങ്ങൾ ഹസനാത്തായി ഗണിക്കപ്പെടും. ജാഹിലിയ കാലഘട്ടത്തിൽ ചെയ്തതായ തെറ്റായ കാര്യങ്ങൾ
ഹസനാത്തായി ഗണിക്കപ്പെടും എന്നാണ് ഖുർആൻ പറയുന്നത്. പിന്നെ ഈ റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനായ പാർട്ട്ണറായ വ്യക്തി ജാഹിലിയ കാലഘട്ടത്തിൽ ചെയ്ത നന്മ പിന്നെ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അത് മുസ്ലിമായി കഴിയുമ്പോൾ അദ്ദേഹത്തിന് നന്മയായി തന്നെ അവിടെ റിക്കാർഡാക്കപ്പെടും, അത് ശേഷിക്കപ്പെടും എന്ന അർത്ഥത്തിലേക്ക് പറഞ്ഞു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയ കാലഘട്ടത്തിൽ അഥവാ നബിക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പാർട്ട്ണർമാരുണ്ടായിരുന്നു എന്നതും ഈ ഹദീസ് പഠിപ്പിക്കുന്നു. ഈ ഹദീസിൽ ആ വ്യക്തിയെക്കുറിച്ച് കാന ദാ സലഫിൻ വസില, അദ്ദേഹം പഴയ കാലഘട്ടത്തിൽ നല്ല ചർച്ചബന്ധം ചേർക്കുന്ന ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന വ്യക്തിയായിരുന്നു എന്നൊക്കെ കാണാം. അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്യുന്നു, തബറാനി റിപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ റിജാലുകൾക്ക് സഹിയായിട്ടാണ് കാണുന്നത് എന്ന് പണ്ഡിതന്മാരുടെ പ്രഖ്യാപനം. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ടൈം അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാത്മാക്കളായ സഹാബാക്കൾ നിന്നിട്ട് സീറ പരിശോധിച്ച് നോക്കിയാൽ സീറയുടെ ഗ്രന്ഥത്തിൽ മഹാനായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, തൽഹ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, സെയ്ദ് ഇബ്നു അർഖം, ബറാ ഇബ്നു ആസിബ്, സുബൈർ ഇബ്നുൽ അവാം ഇവരൊക്കെ ബിസിനസ്സുകാരായിരുന്നു, പേരെടുത്ത ബിസിനസ്സുകാരായിരുന്നു. ഇവരുടെ കൂട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരുള്ളത്, കോടീശ്വരന്മാരൊക്കെ ഉള്ളത്. നാം നടത്തുന്ന ബിസിനസ് നാം ഇതുവരെ കേട്ട രൂപത്തിൽ ഇസ്ലാമീകരിക്കാൻ തീരുമാനിക്കുമ്പോൾ കുറച്ച് ക്ഷമിക്കേണ്ടി വരും. പലരും പറയാറുണ്ട്, എങ്ങനെയാണ് മൗലവി ഇന്നത്തെ കാലത്ത് കുറച്ചൊക്കെ കളവ് പറഞ്ഞില്ലെങ്കിൽ, കുറച്ചൊക്കെ ഒരു വളഞ്ഞു തിരിഞ്ഞ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന്. അത് സിദ്ധിച്ച ലാഭം മതി എന്നതാണ് അവരോട് പറയാനുള്ളത്. നിനക്ക് അള്ളാഹനെ പ്രീതിപ്പെടുത്തിയും കൊണ്ട് നീ സമ്പാദിക്കുന്ന സമ്പാദ്യം എത്ര ചുരുക്കമായിരുന്നാലും അതിൽ അള്ളാഹു അനുഗ്രഹം നൽകും, ബർക്കത്ത് നൽകും. കൂടുതൽ സമ്പാദിച്ചേണ്ടതാ പ്രയോജനം. കട്ടിട്ട് ഒരു മനുഷ്യൻ കട്ടിട്ട് കുറേ കാലം കട്ടുമെന്നാണ് ഞാൻ എൻ്റെ അറിഞ്ഞ സംഭവമാണ്. മൂപ്പര് ഗോഡൗണിട്ട് എടുക്കാം, എന്നിട്ട് വിൽപ്പന നടത്തിയിട്ട് മൂപ്പരുടെ പോക്കറ്റിൽ എഴുതൂല. പണ്ടത്തെ കാലഘട്ടത്തിലൊന്നും ഇത്ര കമ്പ്യൂട്ടറൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ദമ്മാമിലും പലയിടങ്ങളിലും സംഭവിച്ച പല സംഭവങ്ങൾ കേൾക്കാറുണ്ട്. ഗോഡൗണിട്ട് നേരിട്ട് മൂപ്പരുടെ കണക്കിലേക്കാണ് വരിക, കഫീലിൻ്റെ കണക്കിലേക്കല്ല വരിക. അങ്ങനെയുള്ളവരൊക്കെ ചെയ്തിട്ട് ഒരു മനുഷ്യനോട് പറഞ്ഞു, ഞാനിപ്പോൾ ഏകദേശം കട്ടിട്ട് 2.5 ലക്ഷമായി. എന്നോടൊരു മലയാളി പറയാണ്, 2.5 ലക്ഷമായി കട്ടിട്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ തൗബ ചെയ്തു, ഞാനത് മടക്കി കൊടുക്കാൻ തയ്യാറാണ്, എന്ത് വേണം എന്ന് ചോദിച്ചു. ഞാൻ അതിന് രൂപങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഞാൻ പറയുന്നത്, ഈ തൗബ ചെയ്യാനും മടങ്ങാനുമുള്ള ചാൻസ് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല പലർക്കും. കാശ് കണ്ടാൽ മനുഷ്യന്മാർ ചിലപ്പോൾ പലരും പല തെറ്റുകളുടെ മുമ്പിൽ പരാജയപ്പെടലാണ്. ചിലപ്പോൾ പെണ്ണിൻ്റെ മുമ്പിൽ പരാജയപ്പെടും, അന്യപ്പെടനെ കണ്ടാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കാശിൻ്റെ മുമ്പിൽ പരാജയപ്പെടും, കാശിൻ്റെ മുമ്പിൽ പരാജയപ്പെടും. അങ്ങനെയുള്ള ആ ഹറാമായ സമ്പത്ത് കാണുമ്പോൾ എളുപ്പമാണെങ്കിലും അങ്ങനെയുള്ള സമ്പാദ്യത്തിലൂടെ ഒരു പക്ഷേ അള്ളാഹുവിനെ ദുനിയാവിൽ നിന്നിട്ട് തന്നെ പരിശോധിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞ ഒരു വ്യക്തി, എൻ്റെ അനുഭവത്തിൽ അദ്ദേഹത്തിന് ഒരു രോഗം പിടിപെട്ടു, ധാരാളം കട്ട് സമ്പാദിച്ച വ്യക്തി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രോഗത്തിന് സുഖപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബ്രിട്ടനിൽ പോയി. അദ്ദേഹം സമ്പാദിച്ചതിൻ്റെ ഡബിളും ചെലവഴിച്ച്, എന്നിട്ടും സുഖപ്പെട്ടില്ല. അദ്ദേഹം കട്ട് സമ്പാദിച്ചതിൻ്റെ ഡബിൾ ചെലവഴിച്ചു, എന്നിട്ടും സുഖപ്പെട്ടില്ല. അദ്ദേഹം ബ്രിട്ടനിൽ പോയിട്ടും ഓപ്പറേഷൻ നടത്തിയിട്ടും സുഖമുണ്ടായില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോഴൊക്കെ ആ രൂപത്തിൽ സമ്പാദിക്കുന്ന സമ്പാദ്യം അത് അക്രമമായതുകൊണ്ട്, അനീതിയായതുകൊണ്ട് അക്രമികളെ ചിലപ്പോൾ ഇത്തഖി ദഅവത്തൽ മദ്ലൂം എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ശൈലിയുണ്ടല്ലോ, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണം. അള്ളാഹിൻ്റെയും അവൻ്റെ ഇടയിൽ ഹിജാബില്ല. അവൻ അമുസ്ലിമായിരുന്നാലും ശരി, ആക്രമിക്കപ്പെട്ടാൽ അമുസ്ലിമായിരുന്നാലും ശരി, അവൻ ചോദിക്കുന്ന ചോദ്യം ഒരു പ്രഭാതത്തിൽ അതിന് മറുപടി ഇവിടെ തന്നെ ലഭിക്കും, ഭൂമിയിൽ തന്നെ കാണും എന്നർത്ഥത്തിലേക്ക്. അതുകൊണ്ട് പെട്ടെന്ന് സമ്പാദിക്കുമ്പോൾ കൂടുതൽ കാശുണ്ടാക്കാനൊക്കെ സാധിക്കുമെങ്കിലും ഹറാമായ രൂപത്തിൽ അത് അപകടത്തിലേക്കാണ് അവസാനം ചെന്ന് ചേരുക. അങ്ങനെയുള്ള സമ്പാദ്യം വേണ്ട എന്ന് മുൻകൂട്ടി തന്നെ തീരുമാനിക്കുക. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അയ്യുമാ ലഹ്മിൻ നബത മിൻ സുഹത്തിൻ ഫന്നാറു ഔലാ ബിഹി, ഏത് മാംസം വളരുന്നത് അത് ഹറാമിലൂടെയാണെങ്കിൽ ആ മാംസം നരകത്തിൽ പോകൽ നിർബന്ധമാണ്. ഇത് പരലോകത്തുള്ള പ്രശ്നമാണ്. അതുകൊണ്ടാണ് പരലോകത്തിൽ മുഫ്ലിസായി പോകാതിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത്. നമ്മുടെ ടൈം അവസാനിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ പറഞ്ഞതിന് സൽക്രമമായി സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്നിട്ട് പലരും രോഗികളുണ്ട്,
രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി രോഗശൈലിയിൽ കിടക്കുന്നവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ രോഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി സുഖപ്പെടുത്തട്ടെ, പരിപൂർണമായി ആഫിയത്തും ആരോഗ്യവും അല്ലാഹു നൽകട്ടെ. അവർ കിടക്കുന്ന കിടപ്പറയിൽ നിന്നിട്ടും അവർ കിടക്കുന്നതായ ആ ഹോസ്പിറ്റലിൽ നിന്നിട്ടും എവിടെയാണ് അവർ പ്രയാസപ്പെടുന്നത് അവിടെ നിന്നൊക്കെ പരിപൂർണ ആരോഗ്യത്തോടു കൂടി പുറത്തു വന്നുകൊണ്ട് അവർക്ക് ഭാവി ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാനുള്ളതായ ദീർഘായുസ്സും ആരോഗ്യവും തൗഫീഖും അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ. അതുപോലെ നമുക്കും അള്ളാഹുവിൻ്റെ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സേവിക്കാനുള്ളതായ ശാരീരിക, സാമ്പത്തിക, വിജ്ഞാന, ഈമാനിക ശേഷിയും ആത്മാർത്ഥതയും അള്ളാഹു നമുക്കേവർക്കും നൽകുമാറാകട്ടെ. അപ്രകാരം മുസ്ലിങ്ങൾ ലോകത്തിൽ ആസകലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പ്രയാസങ്ങളിൽ നിന്നിട്ടും, പ്രത്യേകിച്ച് ഇന്ത്യ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പ്രയാസത്തിൽ നിന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുലേക്ക് മടങ്ങലിലൂടെ, ഇസ്ലാമിലേക്ക് മടങ്ങലിലൂടെ, സത്യത്തെ സത്യം പോലെ മനസ്സിലാക്കലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ പ്രയാസത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാനും മോചിക്കാനും തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين وأراد حكام وعلماء وقادة بلاد الحرمين سوءا اللهم فأشغله في نفسي واجعل تدميره يا حي يا قيوم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم صل على محمد وعلى آل محمد وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.